ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിലൂടെയും പഠനത്തിലൂടെയും മാത്രമേ ഡബിൾ കിരീടം ലഭിക്കുകയുള്ളൂ. അതിനാൽ തൻ്റെ എയിം ഒബ്ജക്റ്റിനെ മുന്നിൽ വച്ച് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. ചോദ്യം: വിശ്വരചയിതാവായ ബാബ കുട്ടികളായ നിങ്ങളുടെ ഏതൊരു സേവനമാണ് ചെയ്യുന്നത്? ഉത്തരം: കുട്ടികൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകി സുഖം അനുഭവിക്കുന്നവരാക്കുക എന്ന സേവനം. ബാബയെ പോലെ നിഷ്കാമ സേവനം ആർക്കും ചെയ്യാൻ സാധിക്കില്ല. പരിധിയില്ലാത്ത ബാബ വാടകയ്ക്ക് സിംഹാസനം എടുത്ത് നിങ്ങളെ വിശ്വത്തിൻ്റെ സിംഹാസനസ്ഥരാക്കുന്നു. സ്വയം മയൂര സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല, എന്നാൽ കുട്ടികളെ മയൂര സിംഹാസനത്തിൽ ഇരുത്തുന്നു. ബാബയുടെ ജഡക്ഷേത്രം നിർമ്മിക്കുന്നു. അതിൽ ആ ഒന്നിന് എന്ത് ടേസ്റ്റ് തോന്നുവാനാണ്? രസമുണ്ടാകുന്നത് സ്വർഗത്തിൻ്റെ രാജ്യഭാഗ്യം നേടുന്ന കുട്ടികൾക്കാണ്. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികളോട് ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഓം ശാന്തി എന്നതിൻ്റെ അർത്ഥം കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ബാബയും പറയുന്നു, കുട്ടികളും ഓം ശാന്തി എന്ന് പറയുന്നു. കാരണം ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു, നമ്മൾ ശാന്തിധാമത്തിൽ നിന്നും ഇവിടെ വരുന്നു. ആദ്യം സുഖധാമത്തിൽ, പിന്നെ 84 പുനർജന്മങ്ങൾ എടുത്തെടുത്ത് ദുഃഖധാമത്തിൽ വരുന്നു. ഇത് ഓർമ്മയുണ്ടല്ലോ. കുട്ടികൾ 84 ജന്മം എടുത്ത് ജീവാത്മാവാകുന്നു. ബാബ ജീവാത്മാവാകുന്നില്ല. പറയുന്നു, ഞാൻ ടെമ്പററിയായി ഇദ്ദേഹത്തിൻ്റെ ആധാരമെടുക്കുന്നു. ഇല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കും? കുട്ടികളോട് മന്മനാഭവ, തൻ്റെ രാജപദം ഓർമ്മിക്കൂ എന്ന് എങ്ങനെയാണ് അടിക്കടി പറയുക? ഇതിനെ പറയുന്നത് സെക്കൻഡിൽ വിശ്വത്തിൻ്റെ രാജപദം എന്നാണ്. പരിധിയില്ലാത്ത പിതാവാണല്ലോ. അപ്പോൾ തീർച്ചയായും പരിധിയില്ലാത്ത സന്തോഷവും പരിധിയില്ലാത്ത സമ്പത്തും തന്നെയായിരിക്കും നൽകുക. ബാബ വളരെ സഹജമായ വഴി പറഞ്ഞു തരുന്നു. പറയുന്നു, ഇപ്പോൾ ഈ ദുഃഖധാമത്തെ ബുദ്ധിയിൽ നിന്നും നീക്കം ചെയ്യൂ. ഏതൊരു പുതിയ ലോകമായ സ്വർഗമാണോ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അധികാരി ആകുന്നതിനായി എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകും. നിങ്ങൾ വീണ്ടും സദോ പ്രധാനമായി മാറും. ഇതിനെ പറയുന്നത് സഹജ ഓർമ്മ എന്നാണ്. ഇതുപോലെ കുട്ടികൾ ലൗകിക പിതാവിനെ എത്ര സഹജമായി ഓർമ്മിക്കുന്നു, അതേപോലെ കുട്ടികളായി നിങ്ങൾക്ക് പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ബാബ തന്നെയാണ് ദുഃഖത്തിൽ നിന്നും മാറ്റി സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. വളരെ സഹജമായ കാര്യം പറയുന്നു. തൻ്റെ ശാന്തിധാമത്തെ ഓർമ്മിക്കൂ. ഏതൊന്നാണോ ബാബയുടെ വീട്, അത് നിങ്ങളുടെ വീടാണ്. പുതിയ ലോകത്തെ ഓർമ്മിക്കുകയും ചെയ്യൂ. അത് നിങ്ങളുടെ രാജധാനിയാണ്. ബാബ കുട്ടികളായി നിങ്ങളുടെ എത്ര നിഷ്കാമ സേവനം ചെയ്യുന്നു. കുട്ടികളായി നിങ്ങളെ സുഖമനുഭവിക്കുന്നവരാക്കി പിന്നെ വാനപ്രസ്ഥത്തിൽ പരംധാമത്തിൽ ഇരിക്കുന്നു. നിങ്ങളും പരംധാമത്തിൽ വസിക്കുന്നവരാണ്. അതിനെ നിർവാണധാമം, വാനപ്രസ്ഥം എന്നും പറയുന്നു. ബാബ വരുന്നത് കുട്ടികളുടെ സേവനത്തിനാണ്, അതായത് സമ്പത്ത് നൽകുവാനാണ്. ഇദ്ദേഹവും സ്വയം ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. ശിവബാബ ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ശിവന്റെ ക്ഷേത്രവുമുണ്ട്. ആ ഒന്നിന് ഒരു പിതാവോ ടീച്ചറോ ഇല്ല. മുഴുവൻ സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ആ ഒന്നിൻ്റെ പക്കലുണ്ട്. എവിടെ നിന്നും വന്നു? ഏതെങ്കിലും വേദശാസ്ത്രങ്ങളോ മറ്റോ പഠിച്ചുവോ? ഇല്ല. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സുഖശാന്തിയുടെ സാഗരമാണ്. ബാബയുടെ മഹിമയും ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യരുടെ മഹിമയും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ദൈവിക ഗുണം ധാരണ ചെയ്ത ഈ ദേവതയാകുന്നു. മുൻപ് ആസുരീയ ഗുണമുണ്ടായിരുന്നു. അസുരനിൽ നിന്നും ദേവതയാക്കുക എന്നത് ബാബയുടെ തന്നെ കാര്യമാണ്. എയിം ഒബ്ജക്റ്റും നിങ്ങളുടെ മുന്നിലുണ്ട്.
തീർച്ചയായും ഇങ്ങനെയുള്ള ശ്രേഷ്ഠ കർമ്മം ചെയ്തിട്ടുണ്ടാകും. കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതി അഥവാ ഓരോ കാര്യവും മനസ്സിലാക്കുന്നതിന് 1 സെക്കൻഡാണ് എടുക്കുന്നത്. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികൾക്ക് പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. അനാദിയും അവിനാശിയുമായ ഈ പാർട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ എത്ര തവണ സുഖദുഃഖങ്ങളുടെ കളിയിൽ വന്നിരിക്കുന്നു, എത്ര തവണ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായി. ബാബ എത്ര ഉയർന്നതാക്കുന്നു. സുപ്രീം സോളായ പരമാത്മാവ് ഇത്രയും ചെറുതാണ്. ആ പിതാവ് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. അപ്പോൾ ആത്മാക്കളെയും തനിക്ക് സമാനമാക്കുന്നു. നിങ്ങൾ സ്നേഹത്തിൻ്റെ സാഗരവും സുഖത്തിൻ്റെ സാഗരവുമാകുന്നു. ദേവതമാർക്ക് പരസ്പരം എത്ര സ്നേഹമാണുള്ളത്. ഒരിക്കലും വഴക്കുണ്ടാകുന്നില്ല. അപ്പോൾ ബാബ വന്ന് നിങ്ങളെ തനിക്ക് സമാനം ആക്കുന്നു. മറ്റാർക്കും ഇങ്ങനെ ആക്കുവാൻ സാധിക്കില്ല. കളി നടക്കുന്നത് സ്ഥൂലവതനത്തിലാണ്. ആദ്യം ആദി സനാതന ദേവീദേവതാ ധർമ്മം, പിന്നെ ഇസ്ലാമി, ബൗദ്ധർ തുടങ്ങി നമ്പർ അനുസരിച്ച് ഈ അരങ്ങിൽ അഥവാ നാടകശാലയിൽ വരുന്നു. 84 ജന്മങ്ങൾ നിങ്ങൾ എടുക്കുന്നു. ആത്മാക്കളും പരമാത്മാവും വേർപിരിഞ്ഞിരുന്നു എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ആദ്യം വിശ്വത്തിൽ പാർട്ട് അഭിനയിക്കുവാൻ നിങ്ങൾ വന്നു. ഞാനാണെങ്കിൽ അല്പസമയത്തേക്ക് വേണ്ടി ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഇത് പഴയ ചെരുപ്പാണ്. പുരുഷന്റെ ഒരു സ്ത്രീ മരിച്ചു പോവുകയാണെങ്കിൽ പറയുന്നു, പഴയ ചെരുപ്പ് പോയി, ഇപ്പോൾ പിന്നെ പുതിയത് എടുക്കുകയാണ് എന്ന്. ഇതും പഴയ ശരീരമാണല്ലോ. 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി. തത്വം: ഞാൻ വന്ന് ഈ രഥത്തിൻ്റെ ആധാരം എടുക്കുന്നു. പാവന ലോകത്തിൽ ഒരിക്കലും ഞാൻ വരുന്നതേയില്ല. നിങ്ങൾ പതീതമാണ്. വന്ന് പാവനമാക്കൂ എന്ന് എന്നെ വിളിക്കുന്നു. ഒടുവിൽ നിങ്ങളുടെ ഓർമ്മ ഫലവത്താകുമല്ലോ. എപ്പോഴാണോ പഴയ ലോകം ഇല്ലാതാകേണ്ട സമയമാകുന്നത്, അപ്പോൾ ഞാൻ വരുന്നു. ബ്രഹ്മാവിലൂടെ സ്ഥാപന. ബ്രഹ്മാവിലൂടെ എന്നാൽ ബ്രാഹ്മണരിലൂടെ എന്നർത്ഥം. ആദ്യം കുടുമയായ ബ്രാഹ്മണർ, പിന്നെ ക്ഷത്രിയർ. അപ്പോൾ കുട്ടിക്കരണം മറിച്ചിൽ കളിക്കുന്നുവല്ലോ. ഇപ്പോൾ ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനി ആകേണ്ടതുണ്ട്. നിങ്ങൾ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഞാനാണെങ്കിൽ ഒരേ ഒരു തവണ ഈ ശരീരത്തിൻ്റെ ലോൺ എടുക്കുന്നു, വാടകയ്ക്ക് എടുക്കുന്നു. ഞാൻ ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനല്ല. ഇതിനെ ഏതായാലും ഞാൻ ഉപേക്ഷിക്കും. വാടക നൽകേണ്ടി വരുമല്ലോ. ബാബയും പറയുന്നു, ഞാൻ കെട്ടിടത്തിൻ്റെ വാടക നൽകുന്നു. പരിധിയില്ലാത്ത ബാബയാണ്. കുറച്ച് വാടക നൽകുന്നുണ്ടാകുമല്ലോ. ഈ സിംഹാസനം എടുക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നതിനായി. ഇങ്ങനെ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളും വിശ്വത്തിൻ്റെ സിംഹാസനസ്ഥർ ആകുന്നു. സ്വയം പറയുന്നു, ഞാൻ ആകുന്നില്ല സിംഹാസനസ്ഥർ, എന്നാൽ മയൂര സിംഹാസനത്തിൽ ഇരുത്തുന്നു. ശിവബാബയുടെ ഓർമ്മയിൽ തന്നെയാണ് സോമനാഥൻ്റെ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ബാബ പറയുന്നു, ഇതിലൂടെ എനിക്ക് എന്ത് ടേസ്റ്റ് തോന്നുവാനാണ്. ജഡ പാവ വയ്ക്കുന്നു. രസമുള്ളത് കുട്ടികളായ നിങ്ങൾക്ക് സ്വർഗത്തിലാണ്. ഞാനാണെങ്കിൽ സ്വർഗത്തിൽ വരുന്നതേയില്ല. പിന്നെ ഭക്തിമാർഗം എപ്പോൾ ആരംഭിക്കുന്നുവോ അപ്പോൾ ഈ ക്ഷേത്രവും മറ്റും ഉണ്ടാക്കുന്നതിന് എത്ര ചിലവ് ചെയ്തു. എന്നിട്ടും കള്ളന്മാർ കൊള്ളയടിച്ചുകൊണ്ടുപോയി. രാവണന്റെ രാജ്യത്തിൽ നിങ്ങളുടെ ധനസമ്പത്തുകളും മറ്റുമെല്ലാം ഇല്ലാതായി പോകുന്നു. ഇപ്പോൾ ആ മയൂര സിംഹാസനം എവിടെ? ബാബ പറയുന്നു, എൻ്റെ ഏതൊരു ക്ഷേത്രവും മറ്റുമാണോ ഉണ്ടാക്കപ്പെട്ടിരുന്നത്, അത് മുഹമ്മദ് ഗസ്നബി വന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഭാരതം പോലെ സോൾവൻ്റായ മറ്റൊരു ദേശമില്ല. ഇതുപോലൊരു തീർത്ഥസ്ഥാനം മറ്റൊന്നുണ്ടാവുക സാധ്യമല്ല. എന്നാൽ ഇന്നാണെങ്കിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ അനേകം തീർത്ഥസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. വാസ്തവത്തിൽ ഏതൊരു പിതാവാണോ സർവരുടെയും സദ്ഗതി ചെയ്യുന്നത്, ആ ഒന്നിൻ്റെ തീർത്ഥസ്ഥാനമാണ് ഉണ്ടാകേണ്ടത്. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. മനസ്സിലാക്കുന്നത് വളരെ സഹജമാണ്. എന്നാൽ നമ്പർ വൈസായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു.
സ്വർഗത്തിൻ്റെ അധികാരി ഈ ലക്ഷ്മി നാരായണനാണ്. ഇതാണ് ഉത്തമത്തിലും ഉത്തമ പുരുഷൻ. അവരെ പിന്നെ ദേവത എന്ന് പറയുന്നു. ദൈവിക ഗുണങ്ങളുള്ളവരെ ദേവത എന്ന് പറയുന്നു. ഈ ഉയർന്ന ദേവതാധർമ്മത്തിലുള്ളവർ പ്രവൃത്തി മാർഗത്തിലേതായിരുന്നു? ആ സമയത്ത് നിങ്ങളുടെ തന്നെ പ്രവൃത്തി മാർഗമാണ് ഉണ്ടായിരിക്കുന്നത്. ബാബ നിങ്ങളെ ഡബിൾ കിരീടധാരിയാക്കി. പിന്നെ രാവണൻ 2 കിരീടവും ഊരി മാറ്റി. ഇപ്പോഴാണെങ്കിൽ കിരീടമേ ഇല്ല. പവിത്രതയുടെ കിരീടവുമില്ല, ധനത്തിൻ്റെ കിരീടവുമില്ല. രണ്ടും രാവണൻ ഊരിമാറ്റി. വീണ്ടും ബാബ വന്ന് നിങ്ങൾക്ക് 2 കിരീടങ്ങളും നൽകുന്നു, ഈ ഓർമ്മയിലൂടെയും പഠനത്തിലൂടെയും. അതിനാൽ ഓ ഗോഡ് ഫാദർ, നമ്മുടെ ഗൈഡാകൂ, ലിബറേറ്റും ചെയ്യൂ എന്ന് പാടുന്നു. അതിനാൽ നിങ്ങൾക്ക് വഴികാട്ടി എന്ന പേരും വയ്ക്കപ്പെട്ടിരിക്കുന്നു. പാണ്ഡവരും കൗരവരും യാദവരും എന്താണ് ചെയ്തത്? ബാബ നമ്മളെ ദുഃഖത്തിൻ്റെ രാജ്യത്തിൽ നിന്നും മോചിപ്പിച്ച് കൂടെ കൊണ്ടുപോകൂ എന്ന് പറയുന്നു. ബാബ തന്നെയാണ് സത്യഖണ്ഡം സ്ഥാപിക്കുന്നത്. അതിനെ സ്വർഗം എന്ന് പറയുന്നു. പിന്നെ രാവണൻ അസത്യഖണ്ഡമാക്കുന്നു. അവർ ശ്രീകൃഷ്ണ ഭഗവാനുവാച എന്ന് പറയുന്നു. ബാബ പറയുന്നു ശിവഭഗവാനുവാച. ഭാരതവാസികൾ പേര് മാറ്റി, അപ്പോൾ മുഴുവൻ ലോകവും മാറ്റി. ശ്രീകൃഷ്ണൻ ദേഹധാരിയാണ്, വിദേഹി ഒരു ശിവ് ബാബയാണ്. ഇപ്പോൾ ബാബയിലൂടെ കുട്ടികളായ നിങ്ങൾക്ക് മൈറ്റ് ലഭിക്കുന്നു. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. മുഴുവൻ ആകാശവും ഭൂമിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. 3/4 കൽപ്പത്തേക്ക് നിങ്ങളിൽ നിന്നും തട്ടിയെടുക്കാൻ ആർക്കും ശക്തിയില്ല. എപ്പോഴാണോ അവരുടെ അഭിവൃദ്ധി ഉണ്ടായി കോടികളുടെ സംഖ്യയിൽ ആകുന്നത്, അപ്പോൾ സൈന്യത്തെ കൊണ്ടുവന്ന് നിങ്ങളെ ജയിച്ചു. ബാബ കുട്ടികൾക്ക് എത്ര സുഖം നൽകുന്നു. ആ ഒന്നിൻ്റെ മഹിമ തന്നെ ദുഃഖഹർത്ത സുഖകർത്ത എന്നാണ്. ഈ സമയത്ത് ബാബ നിങ്ങളെ കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതിയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. രാവണ രാജ്യത്തിൽ കർമ്മം വികർമ്മമാകുന്നു, സത്യയുഗത്തിൽ കർമ്മം അകർമ്മമാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സദ്ഗുരുവിനെ ലഭിച്ചിരിക്കുകയാണ്. ആ ഒന്നിനെ പതിമാരുടെയും പതി എന്ന് പറയുന്നു. കാരണം ആ പതിമാരുമെല്ലാം ആ ഒന്നിനെയാണ് ഓർമ്മിക്കുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് എത്ര വണ്ടർഫുൾ ഡ്രാമയാണ്. ഇതിൽ ഇത്രയും ചെറിയ ഒരു ആത്മാവിൽ അവിനാശി പാർട്ട് നിറഞ്ഞിരിക്കുകയാണ്. അതൊരിക്കലും മായുന്ന ഒന്നല്ല. ഇതിനെ അനാദി അവിനാശി ഡ്രാമ എന്ന് പറയുന്നു. ഗോഡ് ഇസ് വൺ. രചന അഥവാ ഏണിപ്പടിയും ചക്രവും എല്ലാം ഒന്ന് തന്നെയാണ്. ആരും രചയിതാവിനെയോ രചനയെയോ അറിയുന്നില്ല. ഋഷിമുനിമാരും നമ്മൾ അറിയുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിൽ ഇരിക്കുകയാണ്. നിങ്ങളുടേത് മായയോടുള്ള യുദ്ധമാണ്. അത് വിടുന്നില്ല. കുട്ടികൾ പറയുന്നു, ബാബ മായയുടെ അടികൊണ്ടു. ബാബ പറയുന്നു, കുട്ടികളെ ചെയ്ത സമ്പാദ്യം ഇല്ലാതാക്കി. നിങ്ങളെ ഭഗവാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പഠനം വീണ്ടും 5000 വർഷത്തിനു ശേഷം ലഭിക്കും. ശരി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ ദുഃഖധാമത്തിൽ നിന്നും ബുദ്ധിയോഗം മാറ്റി പുതിയ ലോകം സ്ഥാപിക്കുന്ന ബാബയെ ഓർമ്മിക്കണം. സദോ പ്രധാനം ആകണം. ബാബയ്ക്ക് സമാനം സ്നേഹത്തിൻ്റെ സാഗരവും ശാന്തിയുടെയും സുഖത്തിൻ്റെയും സാഗരമാകണം. കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതിയെ അറിഞ്ഞ് സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. വരദാനം: സദാ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ഇരുന്ന് മനസ്സുകൊണ്ട് സന്തോഷത്തിൻ്റെ ഗീതം പാടുന്ന അവിനാശി ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. ഭാഗ്യവാന്മാരായ കുട്ടികളായ താങ്കൾ അവിനാശി വിധിയിലൂടെ അവിനാശി സിദ്ധികൾ പ്രാപ്തമാക്കുന്നു. താങ്കളുടെ മനസ്സിൽ നിന്നും സദാ ആഹാ ആഹാ എന്ന സന്തോഷത്തിൻ്റെ ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ആഹാ ബാബ, ആഹാ ഭാഗ്യം,
ആഹാ മധുരമായ പരിവാരം, ആഹാ ശ്രേഷ്ഠ സംഗമത്തിൻ്റെ സുന്ദരമായ സമയം. ഓരോ കർമ്മവും ആഹാ ആഹാ എന്നതാണ്. അതിനാൽ താങ്കൾ അവിനാശി ഭാഗ്യവാന്മാരാണ്. താങ്കളുടെ മനസ്സിൽ ഒരിക്കലും വൈ ഐ, അതായത് എന്തുകൊണ്ട്, ഞാൻ എന്നത് വരിക സാധ്യമല്ല. വൈ എന്നതിന് പകരം ആഹാ ആഹാ, ഐ എന്നതിന് പകരം ബാബ ബാബ എന്ന വാക്കു തന്നെയാണ് വരുന്നത്. സ്ലോഗൻ: ഏതൊരു സങ്കല്പം നടത്തുമ്പോഴും അതിൽ അവിനാശി ഗവൺമെൻറ്റിൻ്റെ സ്റ്റാമ്പ് പതിപ്പിക്കൂ. അപ്പോൾ ഇളകാത്തവർ ആയിരിക്കും. മാതേശ്വരിജിയുടെ മധുര മഹാവാക്യങ്ങൾ. ജീവിതത്തിലെ ആശകൾ പൂർത്തിയാകുന്ന സുന്ദരമായ സമയം. നമ്മളെല്ലാ ആത്മാക്കൾക്കും വളരെയധികം സമയമായി ഈ ഒരു ആശ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ സദാ സുഖവും ശാന്തിയും ലഭിക്കട്ടെ. ഇപ്പോൾ വളരെയധികം ജന്മങ്ങളുടെ ആശ എപ്പോൾ പൂർത്തിയാകും? ഇപ്പോൾ ഇത് നമ്മുടെ അന്തിമ ജന്മമാണ്. ആ അന്തിമത്തിലെ ജന്മത്തിൻ്റെയും അന്തിമമാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടിയാണ് എന്നാരും മനസ്സിലാക്കരുത്. ചെറിയവർക്കും വലിയവർക്കും സുഖം വേണമല്ലോ. എന്നാൽ ദുഃഖം ഏത് വസ്തു കാരണമാണ് ലഭിക്കുന്നത് എന്നതിൻ്റെയും ജ്ഞാനം ആദ്യം ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചു. ഈ 5 വികാരങ്ങളിൽ കുടുങ്ങുന്നത് കാരണം ഏത് കർമ്മബന്ധനമാണോ ഉണ്ടായിരിക്കുന്നത് അതിനെ പരമാത്മാവിൻ്റെ ഓർമ്മയുടെ അഗ്നിയിലൂടെ ഭസ്മമാക്കണം. ഇതാണ് കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമാകാനുള്ള സഹജ ഉപായം. ഈ സർവശക്തിമാനായ ബാബയെ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓരോ ശ്വാസത്തിലും ഓർമ്മിക്കൂ. ഇപ്പോൾ ഈ ഉപായം പറഞ്ഞു തരുന്നതിൻ്റെ സഹായം സ്വയം പരമാത്മാവ് വന്ന് ചെയ്യുന്നു. എന്നാൽ ഇതിൽ പുരുഷാർത്ഥം ഓരോ ആത്മാവിനും ചെയ്യേണ്ടതുണ്ട്. പരമാത്മാവ് പിതാവിൻ്റെയും ടീച്ചറിൻ്റെയും ഗുരുവിൻ്റെയും രൂപത്തിൽ വന്ന് നമുക്ക് സമ്പത്ത് നൽകുന്നു. അപ്പോൾ ആദ്യം ആ പിതാവിൻ്റേതായി മാറേണ്ടതുണ്ട്. പിന്നെ ടീച്ചറിൽ നിന്നും പഠിക്കണം. ആ പഠനത്തിലൂടെ ഭാവിയിലെ ജന്മജന്മാന്തരങ്ങളിൽ സുഖത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകും. അതായത് ജീവൻ മുക്ത പദത്തിൽ പുരുഷാർത്ഥമനുസരിച്ച് പദവി ലഭിക്കുന്നു. പിന്നെ ഗുരുവിൻ്റെ രൂപത്തിൽ പവിത്രമാക്കി മുക്തി നൽകുന്നു. അപ്പോൾ ഈ രഹസ്യത്തെ മനസ്സിലാക്കി ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഇത് പഴയ കണക്ക് ഇല്ലാതാക്കി പുതിയ ജീവിതം ഉണ്ടാക്കാനുള്ള സമയമാണ്. ഈ സമയത്ത് എത്രത്തോളം പുരുഷാർത്ഥം ചെയ്ത് തൻ്റെ ആത്മാവിനെ പവിത്രമാക്കുമോ അത്രയും തന്നെ ശുദ്ധ റെക്കോർഡ് നിറയും. പിന്നെ മുഴുവൻ കൽപ്പത്തിലും തുടരും. അപ്പോൾ മുഴുവൻ കൽപ്പത്തിൻ്റെയും ആധാരം ഈ സമയത്തെ സമ്പാദ്യത്തിന്മേലാണ്. നോക്കൂ, ഈ സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ലഭിക്കുന്നത്. നമ്മൾ തന്നെ ദേവതയാകുന്നു. നമ്മുടെ കയറുന്ന കലയാണ്. പിന്നെ അവിടെ പോയി പ്രാപ്തി അനുഭവിക്കും. അവിടെ ദേവതന്മാർക്ക് നമ്മൾ വീഴും എന്ന പിന്നീടുള്ള കാര്യത്തെക്കുറിച്ച് അറിവില്ല. അഥവാ സുഖം അനുഭവിക്കുകയും പിന്നെ വീഴുകയും ചെയ്യേണ്ടതുണ്ട് എന്ന അറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ വീഴുന്നതിൻ്റെ ചിന്തയിൽ സുഖവും അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഈശ്വരീയ നിയമം രചിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യർ സദാ കയറുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. അതായത് സുഖത്തിനു വേണ്ടി സമ്പാദിക്കുന്നു. എന്നാൽ ഡ്രാമയിൽ പകുതി പാർട്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ആ രഹസ്യത്തെ നമ്മൾ അറിയുന്നു. എന്നാൽ ഏത് സമയത്താണോ സുഖത്തിൻ്റെ ഊഴം വരുന്നത് അപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് സുഖം നേടണം. ഇതാണ് പുരുഷാർത്ഥത്തിൻ്റെ ഗുണം. ആക്ടറിൻ്റെ ജോലി ഇതാണ്. ആക്ട് ചെയ്യുന്ന സമയത്ത് സമ്പൂർണ്ണ വിശേഷതയോടെ പാട്ട് അഭിനയിക്കണം. അത് കാണുന്നവർ ആഹാ ആഹാ എന്ന് പറയണം. അതിനാൽ ഹീറോയിൻ്റെ പാർട്ട് ദേവതമാർക്ക് ലഭിച്ചിരിക്കുകയാണ്. അവരുടെ സ്മാരക ചിത്രങ്ങൾ പാടപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്യുന്നു. നിർവികാരി പ്രവൃത്തിയിലിരുന്ന് കമല പുഷ്പ സമാന അവസ്ഥ ഉണ്ടാക്കണം. ഇത് തന്നെയാണ് ദേവതമാരുടെ വിശേഷത.
ഈ വിശേഷതയെ മറക്കുന്നതിലൂടെ തന്നെയാണ് ഭാരതത്തിൻ്റെ ഇങ്ങനെയുള്ള ദുർദശ ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള ജീവിതം ഉണ്ടാക്കിക്കുന്ന പരമാത്മാവ് സ്വയം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒന്നിൻ്റെ കൈ പിടിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ തോണി മറുതീരത്താകും. ശരി. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ബാഹ്യ ലോകത്തിലെ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ പിൻവലിച്ച് എൻ്റെ നിജ സ്വരൂപം ഞാൻ ചിന്തിക്കുന്നു. പുരിക മധ്യത്തിൽ ഒരു പ്രകാശ ബിന്ദുവായി സ്ഥിതി ചെയ്യുന്ന ആത്മസ്വരൂപത്തിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ ഏകാഗ്രമാക്കുന്നു. ഞാൻ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശാന്തിയും പവിത്രതയുമാകുന്ന എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിരമാകുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും പവിത്രതയുടെയും വൈബ്രേഷൻസ് നാനാഭാഗത്തും വ്യാപിക്കുന്നു. ബുദ്ധിബലത്തിലൂടെ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും സ്മൃതിക്ക് ഉപരിയായി ഞാൻ ശാന്തിധാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ലോകത്തിൽ ശിവ പരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ സ്മൃതിയുടെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഈ സ്മൃതിയിൽ ഇരിക്കുമ്പോൾ ശാന്തിയുടെയും പവിത്രതയുടെയും സർവശക്തികളുടെയും അളവറ്റ ഖജനാവുകൾ ആത്മാവിൽ നിറയുന്നു. ഈ ഈശ്വരീയ ഖജനാവുകളുടെ സമ്പന്ന അവസ്ഥയിൽ പരമാത്മാവുമായി സംയുക്തമായിരുന്ന് എൻ്റെ വരദാനി സ്വരൂപം ഞാൻ എമർജ് ചെയ്യുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും ഈശ്വരീയ ഖജനാവുകൾ മാസ്റ്റർ ജ്ഞാന സൂര്യൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് മുഴുവൻ വിശ്വത്തിലേക്കും പ്രസരിപ്പിക്കുന്നു. സൃഷ്ടിയിലെ മനുഷ്യാത്മാക്കൾ ഈശ്വരീയ ശക്തിയാൽ ശാന്തിയുടെ ഖജനാവിനാൽ സമ്പന്നം. സർവ ആത്മാക്കളും പരമാത്മാ ശക്തികളുടെ ഛത്രഛായയിൽ സുരക്ഷിതമായി ഇരിക്കട്ടെ.